Welcome you all. Today's topic is herbal drug industry. Herbal drug industry പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ വളരെ വേഗത്തിൽ ഗ്രോ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയൽ സെക്ടറാണ് ഹെർബൽ ഡ്രഗ് ഇൻഡസ്ട്രി. ഇനി എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ വളരെ വേഗത്തിൽ ഹെർബൽ ഡ്രഗ് ഇൻഡസ്ട്രി ഗ്രോ ചെയ്യാൻ കാരണമെന്നാൽ അതിന് ഫേവറബിൾ ആയിട്ടുള്ള കുറച്ച് കണ്ടീഷൻസ് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. അതുകൊണ്ടാണ്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇന്ത്യ is having a wide range of climatic zones and as a result a wide variety of medicinal plants can be naturally grown here. It will be beneficial for the growth of the herbal drug industry. Along with it, India is having a rich heritage of this traditional system of medicine utilizing the herbal plants or herbal medicines. So this rich heritage of traditional system medicine can increase the demand of the export of the herbal medicines. So the increased demand for export can also cause for the increased exponential growth of the herbal drug industry. We know nature is a complete storehouse of remedies to cure all ailments of the mankind. അല്ലേ, നമുക്കറിയാം നമ്മുടെ പ്രകൃതിയിൽ തന്നെ നമുക്ക് വരുന്ന എല്ലാ അസുഖങ്ങളും ട്രീറ്റ് ചെയ്യാനും പ്രിവെൻറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനുമുള്ള എല്ലാ കമ്പോണൻസും പ്രകൃതിയിൽ തന്നെയുണ്ട് അല്ലേ. അതിനെ നമ്മൾ വൈസ്ലി യൂട്ടിലൈസ് ചെയ്താൽ മാത്രം മതി. ഇനി ഹെർബൽ ഡ്രഗ് ഇൻഡസ്ട്രിയുടെ ട്രേഡ് എന്ന് പറയുമ്പോൾ വളരെ വേഗത്തിലാണ് ഇന്ത്യയിൽ മാത്രമല്ല ലോകമെല്ലായിടവും വളരുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സിലും വളരെ മൈന്യൂട്ട് ക്വാണ്ടിറ്റീസിലെങ്കിലും ഹെർബ്സും ബൊട്ടാനിക്കൽസും ഒക്കെ പ്രസൻ്റ് ആണ്. നമ്മൾ ഇന്ത്യക്കാർ കുറച്ച് ബ്ലെസ്ഡ് ആണെന്ന് പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഡൈവേഴ്സ് അഗ്രികൾച്ചർ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഡൈവേഴ്സ് ആയിട്ടുള്ള അഗ്രികൾച്ചർ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ഹെർബൽ മെഡിസിനൽ പ്ലാന്റ്സ് ഇവിടെ ഈസിലി ഗ്രോ ചെയ്യാൻ പറ്റും. അത് ഹെർബൽ മെഡിസിനൽ മാനുഫാക്ചർ എൻ്റർപ്രണേഴ്സിനൊക്കെ വളരെ ബെനിഫിഷ്യൽ ആണ്. അതുപോലെ തന്നെ ഈ ഹെർബൽ പ്രൊഡക്ട്സിനെ ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന സെക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്നാമത്തെ ഫാർമസ്യൂട്ടിക്കൽസിൽ. ഒന്നുകിൽ അവിടെ ഒരു മേജർ കമ്പൗണ്ട് ആയിട്ട് അല്ലെങ്കിൽ ഒരു മേജർ ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് അല്ലെങ്കിൽ മൈനർ ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഹെർബൽസ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു എക്സീപ്പിയൻസ് ആയിട്ട് ലൈക്ക് സ്വീറ്റനിങ് ഏജൻറ്റ്, ഫ്ലേവറിങ് ഏജൻറ്റ് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇനി ന്യൂട്രാസ്യൂട്ടിക്കൽ ഫീൽഡിലാണെങ്കിൽ അവിടെ ഏറ്റവും മേജർ കമ്പൗണ്ട് തന്നെ ഹെർബ്സ് ആണ്. പിന്നെ ഫുഡ് ആൻഡ് കോസ്മെറ്റിക് ഇൻഡസ്ട്രീസിൽ അത് യൂസ്ഫുൾ ആണ്. ഇപ്പോൾ കോസ്മെറ്റിക്സിലൊക്കെ ആണെങ്കിൽ ഹെർബ്സ് ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് അലോവേറ, ടെർമറിക് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ അലോപ്പതി സിസ്റ്റം ഓഫ് മെഡിസിനിലെ ആക്റ്റീവ് കമ്പോണൻസിലെ 24-40% പ്ലാന്റ് ഒറിജിൻ ആണ്. ഇനി ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഈ ഹെർബൽ ഡ്രഗ് ഫീൽഡിൽ വളരെ ഒരു എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആണ് കാണിച്ചിട്ടുള്ളത്. അതെന്തുകൊണ്ടെന്നാൽ ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ ഒരു മനോഭാവം ഉള്ളതുകൊണ്ടാണ്. കാരണം ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, അങ്ങനെ ഒരു തിരിച്ചറിവുണ്ടായി. അലോപ്പതി മെഡിസിൻസ് എന്ന് പറയുമ്പം കൂടുതലും സിംറ്റമാറ്റിക് ആയിട്ടുള്ള റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. അതായത് അതിന് സിംറ്റംസിനെ ക്യൂർ ചെയ്യാനായിരിക്കും അതിന് കൂടുതൽ ഉപകാരമുള്ളത്. അതുപോലെ തന്നെ അത് അക്യൂട്ട് ആയിട്ടുള്ള ഡിസീസുകളെ ട്രീറ്റ് ചെയ്യാനായിരിക്കും കൂടുതൽ യൂസ്ഫുൾ ദാൻ ക്രോണിക് ഡിസീസ്. അതേസമയം ഹെർബൽസ് ആകുമ്പോൾ അത് കൂടുതൽ നാച്ചുറൽ ഒറിജിൻ ആണ്, ലെസ് സൈഡ് എഫക്റ്റ് ആണ്, എഫക്റ്റീവ് ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം, ഈസിലി അവൈലബിൾ ആണ്. അങ്ങനെ കുറച്ച് കണ്ടീഷൻസും ഫാക്ടേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർ ഇപ്പോൾ അലോപ്പതി സിസ്റ്റത്തിൽ നിന്നും നാച്ചുറൽ സിസ്റ്റമായ ഹെർബൽ മെഡിസിനിലോട്ടൊരു ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ഇൻക്രീസ്ഡ് ഇൻട്രസ്റ്റ് കാരണം ഹെർബൽ മാനുഫാക്ചറിങ് യൂണിറ്റുകളുടെ എണ്ണവും അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷിംഗ് ഹെർബൽ മാനുഫാക്ചറിങ് യൂണിറ്റ്സും കൂടുതലാണ്. സ്കോപ്പ് ഓഫ് ഹെർബൽ ഡ്രഗ് ഇൻഡസ്ട്രി. ഇനിയിപ്പോൾ നമ്മൾ പറയാതെ തന്നെ അറിയാം എത്രമാത്രം ഹെർബൽ ഡ്രഗ് ഇൻഡസ്ട്രിക്ക് ഇന്ത്യയിൽ സ്കോപ്പ് ഉണ്ടെന്ന്. പണ്ട് തൊട്ടേ നമ്മുടെ പൂർവികർ തന്നെ ഈ ഹെർബൽ ഡ്രഗ്സുകൾ മെഡിസിനൽ പ്രോപ്പർട്ടി ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനെ മെഡിസിനൽ ഏജൻസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കൊരു സമയത്താണ് നമ്മുടെ എന്താ പറയുക അലോപ്പതി സിസ്റ്റം ഇൻട്രൊഡ്യൂസ്ഡ് ആയതും അത് കൂടുതൽ പെട്ടെന്ന് ആക്ഷൻ കിട്ടുന്നതുകൊണ്ട് ആൾക്കാർ കൂടുതൽ അതിലേക്ക് താല്പര്യപ്പെട്ടത്. ഇപ്പോൾ ഏകദേശം നാച്ചുറൽ പ്രൊഡക്ട്സിൻ്റെ പോപ്പുലാരിറ്റി വീണ്ടും ഡേ ബൈ ഡേ കൂടുന്നുണ്ട്. കാരണം അത് ലെസ് ടോക്സിക് ആണ്, കമ്പാരിറ്റീവ്ലി സേഫ് ആണ്, സൈഡ് എഫക്ട്സ് കുറവാണ്, ഈസിലി അവൈലബിൾ ആണ്, അഫോർഡബിൾ പ്രൈസിലുമാണ്. അതുകൊണ്ട് കൂടുതലും ആൾക്കാർക്ക് ഇപ്പോൾ കൂടുതലും ഹെർബൽ ഡ്രഗ്സിലോട്ടാണ് താല്പര്യം. അതുപോലെ തന്നെ റിസർച്ചേഴ്സ് കൂടുതൽ, അതായത് മൈക്രോബയോളജിസ്റ്റുകൾ, ഫാർമക്കോളജിസ്റ്റുകൾ, ബയോ കെമിസ്റ്റുകൾ, മെഡിസിനൽ കെമിസ്റ്റുകളെല്ലാം കൂടുതലും പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഡ്രഗിനെ കണ്ടുപിടിക്കാനാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതായത് പ്ലാന്റിൽ നിന്നും ലീഡ് കോമ്പൗണ്ട്സിനെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു. എന്താണ് ലീഡ് കോമ്പൗണ്ട്സ്? ഡ്രഗ് ഡിസ്കവറിയിലെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽസിനാണ് ലീഡ് കോമ്പൗണ്ട്സ് എന്ന് പറയുക. അത്തരത്തിലെ ലീഡ്സ് കോമ്പൗണ്ട്സിനെ പ്ലാന്റിൽ നിന്ന് തന്നെ ഡിറൈവ് ചെയ്യാനാണ്, അത്തരം റിസർച്ചിലാണ് കൂടുതൽ ഇപ്പോൾ റിസർച്ചേഴ്സും ഫോക്കസ് ചെയ്യുന്നത്. ഇനി ഹെർബൽ ഡ്രഗ് ഇൻഡസ്ട്രിയുടെ സ്കോപ്പ് ഏതൊക്കെ ഫീൽഡിലാണെന്നാണ്. വളരെ കുറച്ച് ഫീൽഡുകൾ മാത്രമാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. കോസ്മെറ്റിക് ആൻഡ് കോസ്മെസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസിൽ യൂസ്ഫുൾ ആണ്, എസൻഷ്യൽ ഓയിൽ, ഫ്ലവേഴ്സ്, കളേഴ്സ്, ഫ്രാഗ്രൻസ് ഇൻഡസ്ട്രിയിൽ, പിന്നെ ഹെൽത്ത് കെയർ പോലത്തെ ന്യൂട്രാസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ, ബയോ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ, ട്രഡീഷണൽ മെഡിസിൻ ഓർ ഹെർബൽ ഇൻഡസ്ട്രിയിൽ, പിന്നെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ അസ് ഡ്രഗ്സ് ഓർ ദർ എക്സിപ്പിയൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ബയോ പെസ്റ്റിസൈഡ്സ്, ഇൻസെക്ട് റിപ്പലൻസ്, ഹൗസ് ഹോൾഡ് ഐറ്റംസ് ആൻഡ് അതർ ഇൻഡസ്ട്രീസിലേക്ക് ഉണ്ട്. ഇനി ഇന്ത്യൻ ഹെർബൽ മാർക്കറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ
ഇന്ത്യയിലെ ഹെർബൽ മാർക്കറ്റ് വളരെ വലുതാണ്. അതുപോലെ അതിൻ്റെ എക്സ്പോർട്ടും ഡേ ബൈ ഡേ ഇൻക്രീസിംഗ് ആണ്. ഇന്ത്യ ഹാസ് എ ഡൈവേഴ്സ് അഗ്രോ-ക്ലൈമാറ്റിക് സോൺ. ഓൾമോസ്റ്റ് 16 അഗ്രോ-ക്ലൈമാറ്റിക് സോൺസ് ഉണ്ട്, containing 45,000 different plant species, out of which 15,000 plants possess medicinal activity. Almost all the recognized Indian system of medicine such as Ayurveda, Siddha, Unani, homeopathy contains the major constant as herbal drugs. So the share of the herbal drugs in these are very large in this system of medicines. അതായത് ഇന്ത്യയിൽ ഈ ഫോളോ ചെയ്യുന്ന സിസ്റ്റംസ് ആയ ആയുർവേദ, സിദ്ധ, യുനാനിയിലെല്ലാം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഹെർബൽ ഡ്രഗ്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഷെയർ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഹെർബൽ ഡ്രഗ്സ് ആണ് മേജർ കോൺസ്റ്റന്റ് അതിനകത്തൊക്കെ. ഓക്കെ, അതേപോലെ തന്നെ ഇന്ത്യൻ പോപ്പുലേഷൻ്റെ 70% കൂടുതൽ ആൾക്കാരും നോൺ അലോപ്പതിക് ആയിട്ടുള്ള സിസ്റ്റം ഓഫ് മെഡിസിൻസ് ആണ് യൂസ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ പണ്ട് തൊട്ടേ ഫോളോ ചെയ്തൊരു രീതിയാണ് അവരിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത്, 70% കൂടുതൽ ആൾക്കാരും. ഇപ്പോൾ അത്തരം ഹെർബൽ ഡ്രഗ്സിൻ്റെ യൂസിൽ സയൻറ്റിഫിക് എവിഡൻസുകൾ, അതായത് അത് ഹെർബൽ ഡ്രഗ്സിൻ്റെ ഒരു ഡ്രോബാക്ക് ആയിരുന്നല്ലോ സയൻറ്റിഫിക് എവിഡൻസ് ഇല്ല എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ സയൻറ്റിഫിക് എവിഡൻസും എക്സ്പെരിമെൻ്റ് ഓർ റിസർച്ച് വഴി കണ്ടെത്തിയിട്ടുണ്ട്, അല്ലെ അങ്ങനെ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ പബ്ലിക് ഡിമാൻഡ് കൂടിയിട്ടുണ്ട് ഹെർബൽ ഡ്രഗ്സിന്. ഇനി ഇന്ത്യയിൽ റോ ഡ്രഗ്സ് ഏകദേശം ഒബ്റ്റെയിൻ ചെയ്യുന്ന 2400 പ്ലാന്റ് സ്പീഷീസ് എന്നാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി അക്കോർഡിംഗ് ടു അസോസിയേറ്റഡ് ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് പ്രഡിക്ഷൻ, ഇന്ത്യ ഹെർബൽ മാർക്കറ്റ് റീച്ച് ടു 1,45,000 crore ആൻഡ് എക്സ്പോർട്ട് റീച്ച് ടു 90,000 crores. അവരുടെ ഒരു പ്രഡിക്ഷൻ ആണ് ഇന്ത്യൻ മാർക്കറ്റ് സൈസ് ഏകദേശം 1,45,000 എത്താം, അതേപോലെ എക്സ്പോർട്ട് സൈസ് 9,000 crores റീച്ച് ചെയ്യും. കറന്റ് ഇന്ത്യൻ ഹെർബൽ മാർക്കറ്റ് സൈസ് ഈസ് 7,000 crore ആൻഡ് 3,600 crores of herbal raw material are exported by India. Almost India and China are the top exporters of this herbal medicine. Okay. In India, there are about 8,000 medicinal plants are used, out of which 25 manufacturers are almost large-scale manufacturers. The annual turnover in India, in case of Ayurveda, it is $300 million, and in case of Unani medicine, it is $27.7 million. Next is the international scope of the herbal medicine. WHO കണക്കനുസരിച്ച് US-ലെ മോഡേൺ ഡ്രഗ്സിൻ്റെ 25% പ്ലാന്റ് ഡിറൈവ്ഡ് ആണ്, അല്ലെങ്കിൽ പ്ലാന്റ്സിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്ത കോമ്പൗണ്ട്സ് ആണ് അതിൽ യൂസ് ചെയ്യുന്നത്. ഏകദേശം പ്ലാന്റ്സിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്ത 120 കൂടുതൽ ആക്റ്റീവ് കോമ്പൗണ്ട്സ് ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. According to WHO, 80% of the world population are using herbal medicine for their primary health care. ഹെർബൽ മെഡിസിൻ ഇൻ്റർനാഷണൽ മാർക്കറ്റ്സിൽ ഉള്ള ലാഭം വളരെ കൂടുതലാണ്. അതായത് കാരണം എന്ന് വെച്ചാൽ പല രാജ്യങ്ങളിലും ഇത് ഹെർബൽ ഡ്രഗ്സിൻ്റെ കൺസ്യൂമിങ് വളരെ കൂടുതലാണ്. ഇപ്പോൾ വെസ്റ്റേൺ യൂറോപ്പിൽ ഹെർബൽ ഡ്രഗ്സും ഹെർബൽ മെഡിസിൻസിൻ്റെയും ആനുവൽ റവന്യൂ ഇൻ 2003 to 2004 ഇയറിലെ നോക്കുമ്പോൾ വെസ്റ്റേൺ യൂറോപ്പിൽ മാത്രം $5 ബില്യൺ ആണ്. ചൈനയിൽ ഈ ഹെർബൽ പ്രൊഡക്ട്സിൻ്റെ ടോട്ടൽ ചെയ്ത് 2005 ടോട്ടൽ ചെയ്യുമ്പോൾ $14 ബില്യൺ ആണ്. ബ്രസീലിൽ നോക്കുമ്പോൾ $160 മില്യൺ ആണ് ഇൻ 2007. ഇനി അടുത്ത അതിൻ്റെ ഫ്യൂച്ചർ പ്രോസ്പെക്ട്സിനെ പറ്റിയിട്ടാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, അതിനെ പുതിയ ലീഡ്സ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഹെർബൽ ഡ്രഗ്സിനെ ഡ്രഗ് മാനുഫാക്ചറിലെ ഡ്രഗ് ഡിസ്കവറിയിൽ പുതിയ ലീഡ്സ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. മോളിക്കുലർ ബയോളജിയിൽ യൂസ് ചെയ്യാം, ജെനറ്റിക് എഞ്ചിനീയറിംഗ് എസ്പെഷ്യലി ജെനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യാം, മോഡേൺ ഹെർബൽ ഫോർമുലേഷൻ ഇൻ ഫൈറ്റോകെമിസ്ട്രി ഫീൽഡ്, പ്ലാന്റ് ബയോടെക്നോളജി എക്സെട്ര. ഇനി അടുത്ത ഫ്യൂച്ചർ പ്രോസ്പെക്റ്റ് ആണ് അല്ലേ, അതൊന്ന് വായിച്ചു നോക്കിയേ. WHO തന്നെ ഈവൻ സ്ട്രെസ് ചെയ്യുന്നുണ്ട് ഫോർ ദ യൂട്ടിലൈസേഷൻ ഓഫ് ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ ബേസ്ഡ് ഓൺ ദ ലോക്കൽ അവൈലബിലിറ്റി ഓഫ് ദ മെഡിസിനൽ പ്ലാന്റ്സ്. അതായത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെഡിസിനൽ പ്ലാന്റ്സ് എല്ലാം കൊണ്ട് തന്നെ യൂസ് ചെയ്യുന്ന ഇൻഡിജീനസ് സിസ്റ്റമായ നമ്മുടെ നാട്ടിൽ ഫോളോ ചെയ്യുന്ന ആ സിസ്റ്റത്തിന് കൂടുതൽ ഫോഴ്സ് ചെയ്യണമെന്ന് WHO തന്നെ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തന്നെ സ്ട്രെസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴുള്ള റോ മെറ്റീരിയൽസിൻ്റെ ഒക്കെ അവൈലബിലിറ്റി ഒരുപാടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഡിമാൻഡും വളരെ കൂടിയിട്ടുണ്ട്. മെഡിസിനൽ ഹെർബ്സ് ആൻഡ് വെജിറ്റേറ്റീവ് ഹെർബ്സിൻ്റെ റോ മെറ്റീരിയൽസിൻ്റെ ഡിമാൻഡ് വളരെ കൂടിയിട്ടുണ്ട്. അതുപോലെ പെർഫ്യൂമറി, ഫാർമസി, ബയോപെസ്റ്റിസൈഡ് ഇൻഡസ്ട്രീസിലൊക്കെ ഇത്തരം റോ മെറ്റീരിയൽസിന് വളരെയധികം ഡിമാൻഡാണ് കാണുന്നത്. അതുപോലെ തന്നെ ഹെർബൽ ഡ്രഗ് പേറ്റന്റിൽ ഉണ്ടായ അഡ്വാൻസ്മെൻറ്റും ഇതിന് ബെനിഫിറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ സ്റ്റാൻഡർഡൈസ്ഡ് ആൻഡ് സർട്ടിഫൈഡ് ആയിട്ടുള്ള റോ മെറ്റീരിയൽസിൽ സപ്ലൈ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മാർക്കേഴ്സ് അവൈലബിൾ ആണ്, അതൊരു ബെനിഫിറ്റ് ആണ്. അതായത് സ്റ്റാൻഡർഡൈസേഷൻ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് മാർക്കേഴ്സ് അത്യാവശ്യമാണ്, അത് അവൈലബിൾ ആണ് എന്നുള്ളത് ഒരു ബെനിഫിറ്റ് ആണ്.
പിന്നെ അതിൻ്റെ സേഫ്റ്റി ആൻഡ് എഫിക്കസിയെ പറ്റിയിട്ടുള്ള സയൻറ്റിഫിക് എവിഡൻസിൽ ഇപ്പോൾ കൂടുതലായിട്ടും ചെയ്യുന്നുണ്ട്. അത് കൂടുതൽ അവൈലബിൾ ആണ്. ഇനി ഭാവിയിലും നല്ലപോലെ ഇതുപോലെ ടെസ്റ്റിംഗ് ഒക്കെ നടത്തിയിട്ട് അത് സയൻറ്റിഫിക് എവിഡൻസ് കുറച്ചുകൂടെ പ്രൂവ്ഡ് ആവും. പല സെമി സിന്തറ്റിക് പ്രിപ്പറേഷൻ്റെയും സ്റ്റാർട്ടിംഗ് കോമ്പൗണ്ട് ആയിട്ട് പ്ലാന്റ്സിനെ അല്ലെ പ്ലാന്റ്സിൻ്റെ എന്തെങ്കിലും ഐസൊലേറ്റഡ് ഡിറൈവ്ഡ് പ്രൊഡക്ട്സിനെ യൂസ് ചെയ്യാൻ പറ്റും. അതിന് എക്സാമ്പിൾസ് ആണ് പ്ലാന്റ് സ്റ്റിറോയിഡ്സ് ആയ ഡയോസ്റ്റിനിൻ. ആ ഡയോസ്റ്റിൻ വെച്ചിട്ട് സിന്തറ്റിക് ആയിട്ടുള്ള ഹോർമോൺസിനെയും ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് ഒക്കെ മാനുഫാക്ചർ ചെയ്യുമ്പോൾ സ്റ്റാർട്ടിംഗ് മെറ്റീരിയലായിട്ട് ഈ സ്റ്റിറോയിഡ്സ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ മൈക്രോ ഓർഗാനിസം വെച്ച് സ്ട്രെപ്റ്റോമൈസിസ് സ്പീഷീസ് ഒക്കെ വെച്ചിട്ട് അതിൻ്റെ ജീനസിൽ ഉൾപ്പെടുന്ന എല്ലാം വെച്ചിട്ട് ആൻറ്റിബയോട്ടിക്സിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് സ്ട്രെപ്റ്റോമൈസിൻ, നിയോമൈസിൻ, ടെട്രാമൈസിൻ ഒക്കെ. പിന്നെ ഇങ്ങനെ നാച്ചുറൽ പ്രൊഡക്ട്സിനെ പുതിയ ബയോളജിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഇതെല്ലാം ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഫൈറ്റോ കെമിസ്ട്രിയിലെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൽ ഉണ്ടായ ഒരു ഡെവലപ്മെൻറ്റ് കൊണ്ടാണ്. അതായത് ഇങ്ങനെ നാച്ചുറൽ പ്രൊഡക്ട്സിനെയൊക്കെ പുതിയ ബയോളജിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ കാരണം ഫൈറ്റോ കെമിസ്ട്രിയിലെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കൊണ്ടാണ്. ഫൈറ്റോ കെമിസ്ട്രിയിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കൂടിയതുകൊണ്ടാണ് ഇത്തരം നാച്ചുറൽ പ്രൊഡക്ട്സ് വെച്ചിട്ട് പുതിയ ബയോളജിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട്സ് ആയിട്ട് അതിനെ ഡെവലപ്പ് ചെയ്ത് മാറ്റാം എന്ന് കണ്ടുപിടിച്ചത്. അതുപോലെ മോളിക്കുലർ ബയോളജി ടെക്നിക്കിൻ്റെ ഡെവലപ്മെൻറ്റ് കൊണ്ട് നാച്ചുറൽ പ്രോട്ടീൻസിനെ പൊട്ടൻഷ്യൽ തെറാപ്യൂട്ടിക് ഏജൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് നാച്ചുറൽ പ്രോട്ടീൻസ് കൊണ്ട് അതിൻ്റെ പൊട്ടൻഷ്യൽ തെറാപ്യൂട്ടിക് എഫിഷ്യൻസി അതിന് യൂസ്ഫുൾ ആയിട്ട് തെറാപ്യൂട്ടിക് ഏജന്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിന് എക്സാമ്പിൾസ് ആണ് ടിഷ്യൂ പ്ലാസ്മിനോജിൻ ആക്ടിവേറ്റർ. അതൊരു പ്രോട്ടീൻ ആണ് റെസ്പോൺസിബിൾ ഫോർ ബ്രേക്കിംഗ് ഓഫ് ദ ബ്ലഡ് ക്ലോട്ട്സ്. ആ ബ്ലഡ് ക്ലോട്ട്സിനെ ബ്രേക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടീൻ ആണിത്. അത് നമുക്ക് മയോകാർഡിയൽ ഇൻഫ്രാക്ഷനൊക്കെ യൂസ് ചെയ്യാം, ആസ് എ ത്രോംബോലൈറ്റിക് ആയിട്ട് യൂസ് ചെയ്യാം. അടുത്തത് എറിത്രോപോയിറ്റിൻ. അത് റീനൽ ഫെയിലർ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന അനീമിയ ട്രീറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. പിന്നെ നാച്ചുറൽ പ്രൊഡക്ട്സ് എന്തൊക്കെ ഏരിയ ഡ്രഗ് ഡിസ്കവറിയിലൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്തൊക്കെയായിട്ടാണ് യൂസ് ചെയ്യുന്നത്? ആസ് ടാർഗറ്റ് ഫോർ പ്രൊഡക്ഷൻ, ആസ് എ സോഴ്സ് ഓഫ് ന്യൂ ലീഡ് കോമ്പൗണ്ട്സ്, ആസ് ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഫോർ ദ യൂസ്ഫുൾ ട്രീറ്റ്മെന്റ്സ് എക്സെട്ര. ദെൻ എല്ലാ ഹെർബൽ ഡ്രഗ്സിൻ്റെ സ്റ്റാൻഡർഡൈസേഷൻ ഇപ്പോൾ നെസസറി ആക്കിയിട്ടുണ്ട്. അതായത് ഹെർബൽ ഡ്രഗ്സ് വെച്ച് എന്ത് മാനുഫാക്ചർ ചെയ്താലും അതിൻ്റെ സ്റ്റാൻഡർഡൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ അതിനെപ്പറ്റി ഡീപ്പായിട്ട് സ്റ്റാൻഡർഡൈസേഷനെ പറ്റി പഠിച്ചിട്ടുണ്ട് അല്ലേ. അങ്ങനെ എല്ലാ ഹെർബൽ ഡ്രഗ്സും ഇപ്പോൾ സ്റ്റാൻഡർഡൈസേഷൻ നെസസറി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ സേഫ്റ്റി എഫിക്കസിയും കൂടുതലാണ്. എല്ലാത്തിനും സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടാണ് എനിക്കത് വരുന്നത്, അപ്പോൾ അതിൻ്റെ സേഫ്റ്റി എഫിക്കസിയും കൂടുതലാണ്. അപ്പോൾ ഹെർബൽ ഡ്രഗ്സിൻ്റെ സേഫ്റ്റി എഫിക്കസി ഇപ്പോൾ കമ്പാരിറ്റീവ്ലി പണ്ടത്തേലും കൂടുതലായതുകൊണ്ട് തന്നെ അതും പബ്ലിക് ഡിമാൻഡ് കൂട്ടാൻ കാരണമായിട്ടുണ്ട്. ഇനി അടുത്ത എൻ്റെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ് ബേസ്ഡ് ഇൻഡസ്ട്രീസും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഇന്ത്യ ഗവൺമെൻറ് തന്നെ ഈ ട്രഡീഷണൽ സിസ്റ്റം ഓഫ് മെഡിസിനെ ഒരുപാട് എൻകറേജ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് അത് ഇൻഡിജീനിയസ് സിസ്റ്റത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ, ആയുഷ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ 1995 എസ്റ്റാബ്ലിഷ് ചെയ്തത്. ആയുഷ് എന്ന് പറയുമ്പം ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി എല്ലാം ഇൻക്ലൂഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഡെവലപ്മെൻറ്റിനായിട്ടാണ് ഇങ്ങനൊരു ഡിപ്പാർട്ട്മെൻറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അതിന് പ്രയോറിറ്റീസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എഡ്യൂക്കേഷൻ, സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ഡ്രഗ്സ്, അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ് എൻഹാൻസ് ചെയ്യുക, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റുകൾ, പിന്നെ കമ്മ്യൂണിക്കേഷൻ ലാർജർ ഇൻവോൾവ്മെൻറ്റ് ഇൻ ദ നാഷണൽ സിസ്റ്റം ഫോർ ദ ഡെലിവറിങ് ഹെൽത്ത് കെയർ ഒക്കെയാണ് അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ മേജർ പ്രയോറിറ്റീസ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതിൻ്റെ ഫങ്ഷൻസ് ഇതൊക്കെയാണ്. ഇനി അത്തരം കുറച്ച് ഹെർബൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അങ്ങനെ കുറച്ച് ഹെർബൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരും അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സും ആണ് കൊടുത്തേക്കുന്നത്, വായിച്ചു നോക്കാം. ആദ്യം തന്നെ കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്, CSIR. ഇത് ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ ആണ്. ഹാവിംഗ് 38 laboratories, 39 outreach centers, 3 innovation complexes and 5 units. CSIR files 200 Indian patents and 250 foreign patents per year. അതായത് ഒരു വർഷം അവർ 200 ഇന്ത്യൻ പേറ്റൻറ്റും 250 ഫോറിൻ പേറ്റൻസും ഫയൽ ചെയ്യാറുണ്ട്. അതിൽ 13.86% ഓഫ് CSIRൻ്റെ പേറ്റൻറ്റും ലൈസൻസ്ഡ് തന്നെയാണ്. പിന്നെ ഇത് കവർ ചെയ്യുന്ന ഏകദേശം സയൻസ് ആൻഡ് ടെക്നോളജിയിലെ എല്ലാ ഫീൽഡും സ്പെക്ട്രംസ് ഇത് കവർ ചെയ്യാറുണ്ട്. ലൈക്ക് റേഡിയോ, സ്പേസ് ഫിസിക്സ്, ഓഷ്യാനോഗ്രഫി, ജിയോഫിസിക്സ്, ജിയോണോമിക്സ്, ഡ്രഗ്സ്, കെമിക്കൽസ് എല്ലാ ഫീൽഡും ഇത് കവർ ചെയ്യാറുണ്ട്. ഇനി അടുത്ത നാഷണൽ ബ്യൂറോ ഓഫ് പ്ലാന്റ് ജെനറ്റിക് റിസോഴ്സസ്, NBPJR.
PGR എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോം. ഇത് മെയിൻലി പ്ലാന്റ് ജെനറ്റിക് റിസോഴ്സ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് അതിൻ്റെ യൂസ്. പിന്നെ അതിൻ്റെ ജെനറ്റിക് റിസോഴ്സ് എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴുള്ള പോളിസി ഇഷ്യൂസ്, പിന്നെ കുറച്ച് ജെനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ പറ്റിയിട്ട്, അതിൻ്റെ ജീനോം റിസോഴ്സ് ജനറേഷനെ പറ്റിയിട്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് നാഷണൽ ഇൻ്റർനാഷണൽ ട്രീറ്റീസോ ലെജിസ്ലേഷൻ നിയമങ്ങളെ പറ്റിയിട്ടൊക്കെ ഡീൽ ചെയ്യുന്നതാണ് ഈ നാഷണൽ ബ്യൂറോ ഓഫ് പ്ലാന്റ് ജെനറ്റിക് റിസോഴ്സസ്. ഇനി അടുത്തതാണ് സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, CDRI. അത് ഒരു CSIRൻ്റെ ഒരു ഘടകമാണ് ഈ CDRI എന്ന് പറയുന്നത്. അത് ഇനാഗുറേറ്റ് ചെയ്തത് 1951 അത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിനെ നമ്മുടെ രാജ്യത്ത് കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ള ഒരു വിഷനോട് കൂടിയിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ ഇനാഗുറേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ ഡ്രഗ് ഡെവലപ്മെൻറ്റ്, ഡ്രഗ് റിസർച്ചിൻ്റെ, മോഡേണൈസ്ഡ് ആയിട്ടുള്ള ഡ്രഗ് റിസർച്ചിൻ്റെ എല്ലാ ഭാഗങ്ങളെയും ഒരു റൂഫിൽ കൊണ്ടുവരിക, എല്ലാത്തിനെയും ഒരേ റൂഫിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഐഡിയ എന്ന് പറയുമ്പോൾ, അതിൻ്റെ ഒരു ബേസ് എന്ന് പറയുമ്പോൾ. അതായത് സിന്തസിസ് തൊട്ട് സ്ക്രീനിങ്, ഡെവലപ്മെൻറ്റ് സ്റ്റഡീസും പ്രോസസ്സിങ്ങും അപ്സ്കെയിലിങ്ങും ക്ലിനിക്കൽ സ്റ്റഡീസും എല്ലാം ഒരേ റൂഫിൽ തന്നെ കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. ഇനി അതിന് കുറേ അച്ചീവ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഏകദേശം 12 ന്യൂ ഡ്രഗ്സോളം ഡിസ്കവർ ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ആപ്റ്റീദർ, അതിൻ്റെ ബ്രാൻഡ് നെയിം ഈമാൾ എന്നാണ്. അതേപോലെ തന്നെ ക്രോമൻ എന്ന് പറയുന്ന ഡ്രഗ്, അതിൻ്റെ ബ്രാൻഡ് നെയിം സഹേലയൊക്കെയാണ്. അത് ഇപ്പോഴും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഏകദേശം 130-ലധികം ടെക്നോളജീസ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിക്ക് അവർ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് ഏകദേശം 350 ഇന്ത്യൻ പേറ്റൻസും 90 ഇൻ്റർനാഷണൽ പേറ്റൻസും ഉണ്ട്. അതിനടുത്തത് CIMAP, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിസിൻ ആൻഡ് ആരോമാറ്റിക് പ്ലാന്റ്സ്. അതെന്ന് പറയുമ്പോൾ ഫ്രോണ്ടിയർ പ്ലാന്റ് റിസർച്ച് ലബോറട്ടറി ആണ് ഓഫ് CSIRൻ്റെ. അതിൻ്റെ അതിർത്തി പ്രദേശത്തുള്ളതാണ്. അതിൻ്റെ റിസർച്ച് ഹെഡ് ക്വാർട്ടേഴ്സ് ലക്നൌവിലാണ്. റിസർച്ച് സെൻറ്റേഴ്സ് ബാംഗ്ലൂർ, ഹൈദരാബാദ്, പാട്നഗറിലൊക്കെ ഉണ്ട്. ഇതെന്ന് പറയുമ്പം ഇറ്റ് പ്രൊവൈഡ്സ് ഹൈ ക്വാളിറ്റി എന്താ പറയുക ബയോളജിക്കൽ ആൻഡ് കെമിക്കൽ സയൻസിൽ റിസർച്ച് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ extend their technologies and services to the farmers and entrepreneurs of medicinal and aromatic plants. അതായത് അവർക്ക് കൂടുതലും ഒരു പ്രൊവൈഡ് ചെയ്യുന്ന അവരുടെ ഫെസിലിറ്റി എന്താണെന്ന് വെച്ചാൽ ബയോളജിക്കൽ ആൻഡ് കെമിക്കൽ സയൻസിൽ ഹൈ ക്വാളിറ്റി റിസർച്ച് കണ്ടക്ട് ചെയ്യും. അതുവഴിയുള്ള ടെക്നോളജീസും സർവീസസുകൾക്കും ഈ മെഡിസിൻ ആൻഡ് ആരോമാറ്റിക് പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫാമേഴ്സിനും എൻ്റർപ്രണേഴ്സിനും ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഒരു ഡ്യൂട്ടി. ഇനി അവരുടെ റിസർച്ച് സെൻറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് അഗ്രോ ക്ലൈമാറ്റിക് സോണിൽ അവരുടെ റിസർച്ച് സെൻറ്റേഴ്സ് അവരിട്ടിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ മൾട്ടി ലൊക്കേഷനിൽ ഫീൽഡ് ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മൾട്ടി ലൊക്കേഷൻ വെച്ചിട്ട് ഈ റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യുക, അത് ഓരോ പ്ലേസിൻ്റെ അനുസരിച്ചിട്ടുള്ള ചേഞ്ചുകളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. ഇനി ഇതിൽ നിന്ന് ഇവർക്കെന്ന് പറയുമ്പം ഒരുപാട് മിൻറ്റ് വെറൈറ്റീസിനെ റിലീസ് ചെയ്യുകയും അതിൻ്റെ അഗ്രോ പാക്കേജസ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ CIMAP. അതുവഴി ഇന്ത്യയെ എന്താ പറയുക മിൻസിൻ്റെ അതേപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സിലെ ഒരു ഗ്ലോബൽ ലീഡർ ആക്കാൻ, ഇന്ത്യയെ അതിൻ്റെ ഒരു ഗ്ലോബൽ ലീഡർ ആക്കാൻ തന്നെ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി NMBP എന്ന് പറയുമ്പോൾ നാഷണൽ മെഡിസിൻ പ്ലാൻ ബോർഡാണ്. നവംബർ 2000 അത് ഇന്ത്യ ഗവൺമെൻറ് തന്നെയാണ് ഡെവലപ്പ് ചെയ്തത്. And the primary mandate is to coordinate all matters relating to the medicinal plants and support policies and programs for the growth of the trade, export, their conservation and cultivation. ഇനി അടുത്ത ലിസ്റ്റ് ഓഫ് ഫ്യൂഡ് ഹെർബൽ ഡ്രഗ് ഇൻഡസ്ട്രീസ് ഇൻ ഇന്ത്യ. അതിൻ്റെ കുറച്ച് ലിസ്റ്റുകളാണ്. അതിൻ്റെ പേരും അതിൻ്റെ എന്താ പറയുക ഹെഡ് ക്വാർട്ടേഴ്സും എവിടെയൊക്കെയാണ് നിൽക്കുന്നത്. ഇനി അടുത്തത് കുറച്ച് അത്തരത്തിൽ ഇൻഡസ്ട്രീസിനെ പറ്റിയിട്ടുള്ളൊരു ഡിസ്ക്രിപ്ഷനാണ്. വിക്കോ ലബോറട്ടറീസ്. വിക്കോ ലബോറട്ടറീസിൻ്റെ ഫൗണ്ടർ എന്ന് പറയുമ്പോൾ KV പെൻതാർക്കർ ആണ്. ഗ്രൂപ്പ് ഏകദേശം ഇൻ്റർനാഷണൽ നോൺ ആയുർവേദിക് പ്രോഡക്ട്സ് ഒക്കെ മാർക്കറ്റ് ചെയ്യാറുണ്ട്. പിന്നെ അതിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റ് നാഗ്പൂർ, ഗോവയിലൊക്കെയാണ്. ഈ വിക്കോ എന്നുള്ള പേര് വരുന്നത് വിഷ്ണു ഇൻഡസ്ട്രിയൽ കെമിക്കൽ കമ്പനി എന്നുള്ള ഒരു ഇതിൽ നിന്നാണ് വിക്കോ എന്നുള്ള ഒരു ഷോർട്ട് ഫോമിലോട്ട് എത്തിയത്. പിന്നെ അത് ഏകദേശം എല്ലാ അമേരിക്ക, ഓസ്ട്രേലിയ, യൂറോപ്പിലൊക്കെ അത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഫേമസ് പ്രൊഡക്ട്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ വജ്രദന്തി പേസ്റ്റ്, വജ്രദന്തി പൗഡർ, പിന്നെ ടർമറിക് മൾട്ടിപർപ്പസ് ക്രീം. ഇതിൽ ടർമറിക് മൾട്ടിപർപ്പസ് ക്രീം വളരെ ഫേമസ് ആണ്. ഇനി അടുത്ത ദാബൂർ ഇന്ത്യ ലിമിറ്റഡ്. അതിൻ്റെ ഒരു എന്താ പറയുക ഫൗണ്ടർ എന്ന് പറയുമ്പോൾ ദക്താർ ബർമൻ ആണ്. 1884 അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആ പേരിൽ തന്നെ ഉണ്ട്. ദക്താറിൻ്റെ ഫസ്റ്റ് 2 ലെറ്റേഴ്സും ബർമൻ്റെ ഫസ്റ്റ് 3 ലെറ്റേഴ്സും കൂടെ ചേർന്നാണ് ദാബൂർ എന്നുള്ളൊരു പേര് ഡെവലപ്പ് ചെയ്തത്.
അവരുടെ ഇൻറ്റൻഷൻ ഈസ് ടു പ്രൊവൈഡ് നേച്ചർ ബേസ്ഡ് സൊല്യൂഷൻ ഫോർ എ ഹെൽത്തി ആൻഡ് ഹോളിസ്റ്റിക് ലൈഫ് സ്റ്റൈൽ എന്നാണ് അവരുടെ ഒരു ഇൻറ്റൻഷൻ. ഏറ്റവും വലിയ നമ്മുടെ വേൾഡ്സിലെ ഏറ്റവും വലിയ ആയുർവേദിക് കമ്പനിയാണ് ഈ ദാബൂർ. ദാബൂറിൻ്റെ ഏറ്റവും കൂടുതൽ മാനുഫാക്ചറിങ് ഫേമസ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ചവനപ്രാഷാണ്. ആ ചവനപ്രാഷിന് മാർക്കറ്റ് ഷെയർ 70% എത്തിയിട്ടുണ്ട്. അതുപോലെ ച്യൂവബിൾ ആയ ഒരു ഹജ്മോള ഡൈജസ്റ്റീവ് ടാബ്ലറ്റ് ഉണ്ട്, അതിന് മാർക്കറ്റിൻ്റെ 88% ഷെയറോളം എത്തിയിട്ടുണ്ട്. അതർ മേജർ പ്രൊഡക്ട്സ് ആണ് ദാബൂറിൻ്റെ തന്നെ അംല ഹെയർ ഓയിലും ദാബൂറിൻ്റെ തന്നെ ലാൽ തൈലും. പിന്നെ അതുപോലെ തന്നെ അവർ കുറേ ഹോം കെയർ പ്രൊഡക്ട്സുകളും ഉണ്ടാക്കാറുണ്ട്. മോസ്കിറ്റോ റിപ്പലൻസ് ആയ ഓഡോമോസ്, വളരെ ഫേമസ് ഒരു കമ്പനിയാണ്, പ്രൊഡക്റ്റാണ് ഓഡോമോസ്. മോസ്കിറ്റോ റിപ്പലൻറ്റിന് ഏറ്റവും ഫേമസ് ആണ് ഓഡോമോസ്. എയർ ഫ്രഷ്നസ് ആയ ഓഡോണിൽ, ടോയ്ലറ്റ് ഫ്രഷ്നസ് ആയ സാനി ഫ്രഷ് ഒക്കെ. ഏകദേശം 2015-16 ഈ കമ്പനിക്ക് ഉണ്ടായ സെയിൽസ് ഏകദേശം 8,436 crore ആണ് അവർക്കുണ്ടായ സെയിൽസ്. നെക്സ്റ്റ് ശ്രീ ബൈദ്യനാഥ് ആയുർവേദിക്സ് ആണ്. അതിൻ്റെ ഫൗണ്ടർ പണ്ഡിറ്റ് രാംദയാൽ ജോഷിയാണ്. 1970 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അത് അതിൻ്റെ ഒരു ബേസ് എന്ന് പറയുമ്പോൾ ആയുർവേദയുടെ റിസോഴ്സും മോഡേൺ റിസർച്ച് ആൻഡ് മാനുഫാക്ചറിങ് ടെക്നോളജിയും കൂടെ കമ്പൈൻ ചെയ്തതായിരുന്നു. മേജർ പ്രൊഡക്ട്സ് മസാജ് ഓയിൽസ്, ചവനപ്രാവാഷ്, ശിഖക്കായ, അംല ഹെയർ ഓയിൽസ് ഒക്കെയായിരുന്നു അവിടെ മേജർ പ്രൊഡക്ട്സുകൾ. ചരക് ഫാർമസ്യൂട്ടിക്കൽസ് ആണ്. അതിൻ്റെ ഫൗണ്ടർ ഷ്രോഫ് ബ്രദേഴ്സ് ആണ്. 1947 ഡെവലപ്പ് ചെയ്തത്. അതായത് DN ഷ്രോഫും SN ഷ്രോഫും കൂടെയാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത്. ഏകദേശം 35 കൂടുതൽ രാജ്യങ്ങളോട് ഇത് എസ്റ്റാബ്ലിഷ്ഡ് ആണ്. പ്രൊഡക്ട്സ് എന്ന് പറയുമ്പം ഒരു ഇവനോവ എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള പ്രൊഡക്ട്സുകളാണ്. ഇവനോവ അത് മാനേജ്മെൻറ്റ് ഓഫ് മെനപ്പോസൽ സിംറ്റംസിന് എഫക്റ്റീവ് ആയിട്ടുള്ള ഡ്രഗ്. ദെൻ ഡാനിൽ ഓയിൽ ഒരു ആൻറ്റി ഫംഗൽ ആൻറ്റി ഡാൻഡ്രഫ് ഹെയർ ഓയിൽ ആണ്. അടുത്തത് ഹിമാലയ ഹെർബൽസ് ആണ്, ഹിമാലയ ഡ്രഗ് കമ്പനി. അതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുമ്പം മണാൽ ആണ്. 1930 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അത് ബാംഗ്ലൂരിലാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഏകദേശം ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും, അതുപോലെ US, ഏഷ്യ, യൂറോപ്പിലെല്ലായിടും അത് എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അതിൻ്റെ ഒരു മേജർ ഒരു ഫസ്റ്റ് നാച്ചുറൽ ആൻറ്റി ഹൈപ്പർടെൻസി ഡ്രഗ് ഫോമുലേറ്റ് ചെയ്യുന്ന ഹെർബൽ ആയിട്ടുള്ള ഒരു ആൻറ്റി ഹൈപ്പർടെൻസി ഡ്രഗ് ഫോമുലേറ്റ് ചെയ്യുന്നത് ഹിമാലയ ഡ്രഗ് കമ്പനിയാണ്. സെർപ്പീന ഒരു ആൻറ്റി ഹൈപ്പർടെൻസി ഡ്രഗ് 1934 ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നെ അവരുടെ ഫേമസ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് ലിവ് 52, ലിവർ പ്രൊട്ടക്ടറാണ്. 1955 അത് ലോഞ്ച് ചെയ്യുന്നത്. പിന്നെ അടുത്ത ഫേമസ് പ്രൊഡക്റ്റ് നീം ഫേസ് വാഷ് ആണ്. ഇനി അടുത്ത് സാന്തു ഫാർമസ്യൂട്ടിക്കൽസ്. അതിൻ്റെ ഫൗണ്ടർ സാന്തു ബഡ്ജി ആണ്. അദ്ദേഹം എന്ന് പറയുമ്പം ലെജൻഡറി വൈദ്യ വിത്തൽ ബഡ്ജിയുടെ മകനാണ്. ആ വൈദ്യ വിത്തൽ ബഡ്ജി എന്ന് പറയുമ്പം രൺമാൽ എന്ന് പറയുന്ന അന്നത്തെ ജാംനഗറിലെ രാജാവിൻ്റെ പേഴ്സണൽ ഫിസീഷ്യനായിരുന്നു. ജാംനഗറിൽ എന്ന് വെച്ചാൽ ഗുജറാത്തിലെ ജാംനഗറിലെ രാജാവിൻ്റെ പേഴ്സണൽ ഫിസീഷ്യനായിരുന്നു രൺമാൽ. അവരുടെ ഫേമസ് പ്രൊഡക്ട്സ് ആണ് സന്തൂബാമും പഞ്ചാരിഷ്ട, നിത്യം ചൂർണയൊക്കെ. ഏകദേശം 2008 ഇമാമി എന്ന് പറയുന്ന ഒരു കമ്പനിയും സന്തു ഫാർമസ്യൂട്ടിക്കൽ യോജിച്ചു. ഇമാമി ഇവരെ ഏറ്റെടുക്കുകയാണ്, സന്തു ഫാർമസ്യൂട്ടിക്കലിനെ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. പിന്നെയുണ്ട് നാച്ചുറൽ റെമഡീസ്. അതിൻ്റെ ഫൗണ്ടർ RK അഗർവാൾ, ഹെഡ് ക്വാർട്ടേഴ്സ് ബാംഗ്ലൂരിലാണ്. ഒരുപാട് സ്റ്റാൻഡേർഡൈസ് ഹെർബൽ എക്സ്ട്രാക്ട്, പ്യൂർ ഫൈറ്റോ കെമിക്കൽ, വെറ്റിനറി പ്രൊഡക്ട്സിൻ്റെ ഒക്കെ മാനുഫാക്ചേഴ്സ് ആൻഡ് സപ്ലൈസ് ആണ് ഇവരാണ് കൂടുതലും വെറ്റിനറി ഇൻഡസ്ട്രീസിലൂടെ കൂടെ ഫോക്കസ് ചെയ്തത്. ഇന്ത്യയിലെ നമ്പർ 1 ഹെർബൽ വെറ്റിനറി കമ്പനിയും കൂടെ ആയിരുന്നു നാച്ചുറൽ റെമഡീസ്. പിന്നെയുണ്ട് ആയുർ ഹെർബൽസ്, ഇമാമി ഗ്രൂപ്പ് ഒക്കെ. ആയുർ ഹെർബൽസ് ഏകദേശം 150 വേരിയൻറ്റ്സ് ഇൻ ഹെയർ, സ്കിൻ ആൻഡ് ഫേസ് കെയർ പ്രോഡക്ട്സ് ഒക്കെ മാനുഫാക്ചർ ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഒരു സിംഗിൾ പ്രൊഡക്റ്റിൽ നിന്നാണ് ഇവരിതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഹെയർ റിമൂവിങ് വാക്സ്. അതർ ഫേമസ് പ്രൊഡക്റ്റുകളാണ് ആയുറിൻ്റെ തന്നെ റോസ് വാട്ടർ, ഹോട്ട് വാക്സ്, കോൾഡ് വാക്സ്, ഫേസ് പാക്കുകൾ, പിന്നെ ടീ ട്രീ ഫേസ് വാഷ്, അങ്ങനെ കുറേ. ഇനി ഇമാമി ഉണ്ട്. ഇമാമി ഗ്രൂപ്പ് 1955 കെംകോ കെമിക്കൽസ് എന്ന് പറയുന്ന ഒരു കമ്പനി, RS അഗർവാൾ ആൻഡ് RS ജിയോങ്കയുടെ പാർട്ട്ണർഷിപ്പിൽ നടത്തിയ കെംകോ കെമിക്കൽസ് ആണ് പിന്നെ ഇമാമി ലിമിറ്റഡ് ആയത്. അവരുടെ ഫേമസ് പ്രൊഡക്റ്റ് ഇമാമി വാനിഷിംഗ് ക്രീം, കോൾഡ് ക്രീം, ഗ്ലിസറിൻ സോപ്പ്, ഇമാമി ടാൽക്കോ ഒക്കെയാണ്. ഈ പതഞ്ജലി ആയുർവേദ് ലിമിറ്റഡ് എന്ന് പറയുമ്പോൾ ബാബ രാംദേവ് ആണ്. ഹരിദ്വാറിൽ 2006 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ആചാര്യ ബാലകൃഷ്ണ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കൂടെയാണ്. ആ ആചാര്യൻ്റെ കൂടെയാണ് ഒരുമിച്ചാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഈ പതഞ്ജലിയുടെ ഹെഡ് ഇവർ രണ്ടുപേരും കൂടെയാണ്. അവരുടെ ഒബ്ജക്റ്റീവ് തന്നെ എസ്റ്റാബ്ലിഷിംഗ് സയൻസ് ഓഫ് ആയുർവേദ അക്കോർഡൻസ് ആൻഡ് കോർഡിനേഷൻ വിത്ത് ലേറ്റസ്റ്റ് ടെക്നോളജി ആൻഡ് ഏൻഷ്യന്റ് വിസ്ഡം. അവരുടെ ആനുവൽ ടേൺ ഓവർ എന്ന് പറയുമ്പം ഏകദേശം 2016-2017 കാലയളവിൽ 10.213 crores ആണ്.
ഏകദേശം 900 എബോവ് പ്രൊഡക്ട്സ് ഇവർ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അതിൽ 45 ടൈപ്സും കോസ്മെറ്റിക്സും 30 ടൈപ്സ് ഫുഡ് പ്രൊഡക്ട്സും ആണ്. പിന്നെ ഏകദേശം ഇവർ മെഡിസിൻസ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. 300ഓളം മെഡിസിൻസ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അതിൽ ഈവൻ ഫ്രം കോമൺ കോൾഡ് ടു ക്രോണിക് പാരാലിസിനെ വരെ ട്രീറ്റ് ചെയ്യാനുള്ള മെഡിസിൻസ് ഇവർ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മൾ ഇതിൽ പഠിച്ച ഹെർബൽ ഡ്രഗ് ഇൻഡസ്ട്രീസും ഒരു ജനറൽ ഇൻട്രൊഡക്ഷനും പിന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടും അതിൻ്റെ സ്കോപ്പ് അതിൻ്റെ ഫ്യൂച്ചർ ആസ്പെക്ട്സ് അതുപോലെ തന്നെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ് ബേസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ടും പ്ലാന്റ് ബേസ്ഡ് ഇൻഡസ്ട്രീസിനെ പറ്റിയിട്ടുമാണ് ഇന്ന് പഠിച്ചിട്ടുള്ളത്. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ്.